ഫലസ്തീനിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം പുരോഗതി പ്രാപിക്കുന്നതിനിടെയാണ് വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഫലസ്തീനികൾക്ക് ഗസ അതിർത്തി വഴി പുറത്തോട്ട് പോകാനുള്ള അനുമതി തങ്ങൾ നൽകുമെന്നും എന്നാൽ പുറത്തു പോകുന്ന ഫലസ്തീനികൾക്ക് അകത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നത്. ഇതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഗസ എന്ന് പറയുന്നത് ഫലസ്തീനികളുടെ ഭൂപ്രദേശമാണ്. അവിടെ നിന്ന് പോകുന്നതും തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിൻ്റെ അനുമതിയോ അംഗീകാരമോ ആവശ്യമില്ലെന്നും അവരവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയും പുറത്തു വന്നു. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന തരത്തിലുള്ള ചർച്ചയാണ് രണ്ടാം ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡിസംബർ മാസം 29 ഈ മാസത്തെ അവസാനം 29 നിർണായകമായിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ച അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഇസ്രായേലും സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എന്നാൽ ന്യൂയോർക്കിലാണോ അതല്ലെങ്കിൽ ഖത്തറിൽ വെച്ചാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൽ രണ്ടാം ഘട്ട ചർച്ചയിൽ പ്രധാനമായ രീതിയിൽ മുന്നോട്ട് വെക്കാനുള്ള ഉപാധികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് സമാന്തര ഭരണ സംവിധാനം, ഹമാസ് അല്ലാത്തൊരു ഭരണ സംവിധാനത്തെ ഗസയിൽ കൊണ്ടുവരിക എന്നുള്ള പ്രധാനമായിരിക്കുന്ന ചർച്ച നടത്തും. ഇനി ആരാണ് അത് ഭരണത്തിൽ എത്തുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അതിൻ്റെ തൊട്ടടുത്ത പ്രാവശ്യമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ ആണ് ഉണ്ടാവുക. അത് അറബ് രാജ്യങ്ങളുടെ സംവിധാനത്തിലോ അതല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഭരണ സംവിധാനമോ ഏതാണ് വേണ്ടത് എന്നുള്ളത്. അന്താരാഷ്ട്ര സൈനിക സേവനം അല്ലെങ്കിൽ ആ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം എന്ന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നു. പിന്നെ ഹമാസിൻ്റെ നിരായുധീകരണം അതിൽ പറയുന്നു. എന്നാൽ ഭരണം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ പ്രയാസമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഏറ്റെടുക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ആരും നിലവിൽ മുന്നോട്ട് വന്നിട്ടില്ല. അവർക്ക് ഇതിനോട് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പറയുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂപ്രദേശമാണ്. സൈനികരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ ആശങ്കയുണ്ടാക്കുന്നു. അപ്പോൾ സേവന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഈ സൈനികർക്ക് നേതൃത്വം നൽകുന്ന അമേരിക്കയുടെ സൈനിക മേധാവികളോ അതല്ലെങ്കിൽ ഇസ്രായേലിലെ സൈനിക മേധാവികളോ ആണ്. അവർക്ക് കീഴിൽ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് പരിമിതപ്പെട്ടു പോകും എന്നൊരു ഭയം യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ട്. ഖത്തറും ഈജിപ്തും തുർക്കിയും രണ്ടാം ഘട്ട ചർച്ചയിൽ പ്രധാനമായിരിക്കുന്ന പങ്കുവയ്ക്കും എന്നാണ് പറയുന്നത്. തുർക്കി ഇതിൽ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം ഉണ്ട് എന്ന് ചില അറബ് രാജ്യങ്ങൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. കാരണം സൈനികപരമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി തങ്ങൾ തയ്യാറാണെന്ന് തുർക്കി ഇതിനിടയിൽ പറഞ്ഞതോടുകൂടിയാണ് അവർക്ക് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരം കിട്ടിയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഈ വലിയ പ്രശ്നമാണ് എന്ന് പല ഘട്ടത്തിലും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇറാൻ്റെ ഇടപെടൽ മൂലമാണ് ഇത്രയേറെ യുദ്ധം നീളാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതും തങ്ങളുടെ ഇടപെടലിന് നിയന്ത്രണം ഉണ്ടാക്കുന്നതും ഇറാനാണ് എന്ന് പറഞ്ഞു ഇറാനെ കടുത്ത രീതിയിൽ വിമർശിച്ചിരുന്നു. അത്രയൊന്നും അന്ന് വിമർശിക്കപ്പെടാത്ത രാജ്യമാണ് തുർക്കി. മാത്രമല്ല തുർക്കി നേരിട്ട് കൊണ്ട് ഒരു ആക്രമണ രീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തുർക്കിയെ കൂടി ചർച്ചയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അതിൻ്റെ മറ്റൊരു പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യെല്ലോ ലൈൻ അടിസ്ഥാന രേഖയാക്കിയിട്ടായിരിക്കും ഇനി ചർച്ച ആരംഭിക്കുക എന്നുള്ളതാണ്. യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു യെല്ലോ രേഖ വരച്ചിട്ടുണ്ട്. അത് ഒരു 30% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ ഗസയുടെ പ്രദേശത്തെ ആക്കി തീർത്തുകൊണ്ടാണ് ആ രേഖ വരക്കപ്പെട്ടത്. അപ്പോൾ ഇതൊരു അടിസ്ഥാന രേഖയാക്കി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ പ്രദേശം ഇസ്രായേൽ ഗസയ്ക്ക് വിട്ടു നൽകുകയില്ല എന്നുള്ളതാണ്. അഥവാ അവരുടെ അത്രയും അത് 30% പൂർത്തിയാക്കിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ 45% എന്ന് പോലും പറയുന്നുണ്ട്. എത്രയാണോ അവരുടെ യെല്ലോ ലൈനിൽ ഒരു രേഖ വരക്കപ്പെടുക ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഗസയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രദേശം കൂടി ഇസ്രായേലോട് കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതകളാണ് പറയപ്പെടുന്നത്. അഥവാ ഒന്നുകൂടി ഗസ ചുരുങ്ങിപ്പോകും എന്ന് ചുരുക്കം. ആകെ 43 കിലോമീറ്ററാണ് ഗസയുടെ ദൂരപരിധി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്ന് പറയപ്പെടുന്നത്. അതിൽ 35% കൂടി കുറയുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് ഗസക്കാർ മാറും എന്നാണ് ഇതിൻ്റെ സൂചനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ച വളരെ പെട്ടെന്ന് തന്നെ വേണം എന്നുള്ള അഭിപ്രായം വീണ്ടും മധ്യസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ ഈജിപ്തിൽ വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം 600-ലധികം തവണയെങ്കിലും ഇസ്രായേൽ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട്. അവർ
യാതൊരു വിഷയവുമില്ലാതെ പ്രകോപനം പോലും ഇല്ലാത്ത രീതിയിൽ ഫലസ്തീന് നേരെ വലിയ അക്രമ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 370 പേർ ഈ കരാർ വ്യവസ്ഥയ്ക്ക് പ്രകാരം ഇസ്രായേലിൻ്റെ കരാർ ലംഘനത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. 1000-ലധികം ആളുകൾക്കാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരിക്കേറ്റത്. ചില ആളുകളുടെ നില ഗുരുതരമായ രീതിയിലാണ്. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വേണ്ടപ്പെട്ട ചികിത്സ നൽകാനുള്ള സംവിധാന കാര്യങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇസ്രായേൽ തകർത്തിരിക്കുന്നു. ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതിൽ മരുന്നെത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വല്ലാത്ത പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് അവർ ഈ ആക്രമണം നടത്തുന്നു. ആക്രമണത്തോടനുബന്ധിച്ച് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഇത് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഗസയുടെ പല ഭാഗങ്ങളിൽ വെച്ച് ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. ഇസ്രായേലിൻ്റെ സൈനികർക്കും പരിക്കേൽക്കുന്നുണ്ട്. സൈനികരുടെ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ട്രക്കുകളുടെ നിയന്ത്രണം തുടരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം കരാർ വ്യവസ്ഥ പ്രകാരം സ്വതന്ത്രമായ രീതിയിൽ ട്രക്കുകൾക്ക് ഗസയിലേക്കുള്ള പ്രവേശനം അനുവദിക്കണം എന്നാണ് പറയപ്പെട്ടത്. അത് ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. നിയന്ത്രിതമായിരിക്കുന്ന ട്രക്കുകൾ മാത്രമാണ് പ്രവേശിച്ചത്. പക്ഷേ 23 ലക്ഷം ആളുകൾക്ക് നിയന്ത്രിതമായിരിക്കുന്ന നിയന്ത്രണം, ഈ ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. അവിടെ ഇപ്പോഴും കുടിവെള്ളക്ഷാമം, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ടെൻറ്റുകളില്ലാത്തത്, മരുന്ന് ചികിത്സാ സംബന്ധമായിരിക്കുന്ന വിഷയം, വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എല്ലാം വളരെ പ്രയാസകരമായ രീതിയിൽ തന്നെ അനുഭവിക്കുന്നു. ലോകരാജ്യങ്ങൾ ഏറെക്കുറെ മൗനത്തിലാണ് എന്നുള്ളതിൻ്റെ ആവർത്തനം അന്താരാഷ്ട്ര തലത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. പിന്നീട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ രാഷ്ട്രം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് അനുവദിക്കില്ല, അത് തങ്ങൾ അംഗീകാരം നൽകുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിന് 165ഓളം രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രമായിട്ട്. അത് എത്രത്തോളം പ്രായോഗികമാകും, ഇസ്രായേൽ പറയുന്നതാണോ ഈ യാഥാർത്ഥ്യമാവുക, അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട ലോകരാജ്യങ്ങളുടെ അംഗീകാരവും സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണോ ഇതിനൊരു ബലം നൽകുക എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും അഭിപ്രായ ഭിന്നതയാണ്. കാര്യമെന്ന് പറയുന്നത് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയുന്ന സമയത്ത് ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച് അത് അവരുടെ വീട്ടിൽ ഇരുന്നാൽ ഒരിക്കലും ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്വതന്ത്രമാവില്ല. അത് പ്രഖ്യാപനമായിട്ട് മാത്രം, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പറയുന്നതിനപ്പുറമായ രീതിയിൽ വേറെ എന്തെങ്കിലും അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും, ഫലസ്തീൻ സ്വതന്ത്രമാവണമെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല എന്നുള്ള ഇറാൻ്റെ നിലപാട് ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കുറേ സ്വപ്നങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ മാത്രമായിട്ടാണ് രാഷ്ട്രങ്ങൾ പറയുന്നത്. അതല്ലാത്ത രീതിയിൽ ഫലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ UN സഭയിൽ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയാണ് വേണ്ടത്. അമേരിക്ക അതിന് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് ഫലസ്തീന് സൈനികമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന സഹായം നൽകണം. രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള മറ്റ് സഹായങ്ങൾ നൽകണം. അത് നൽകാത്ത രീതിയിലുള്ള വെറും പ്രഖ്യാപനം, അത് വെറുതെ പ്രസ്താവനയിൽ ഒതുങ്ങുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 29-ാം തീയതി വരുന്ന ചർച്ചയിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. അമേരിക്ക ഒരിക്കലും ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. മാത്രമല്ല, ഫലസ്തീനികളെ കൂട്ടത്തോടുകൂടി ഗസയിൽ നിന്ന് പുറന്തള്ളണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉണ്ട്. അവിടെ ടൂറിസ്റ്റ് റിസോർട്ടാക്കി സ്ഥാപിക്കണമെന്നും ഈ ഫലസ്തീനികൾപ്പെട്ട ആളുകൾ മറ്റു മുസ്ലിം രാജ്യങ്ങൾ അവരെ ഏറ്റെടുക്കണമെന്നുള്ളതാണ് പ്രസ്താവനയാണ് അന്ന് ട്രംപ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് അറബ് രാജ്യങ്ങൾ, ജോർദാനാണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും തള്ളപ്പെട്ടതോടുകൂടിയാണ് പിന്നീട് ആ നിലപാടിൽ നിന്ന് അല്പം കാഠിന്യം കുറച്ചുകൊണ്ട് പിന്നീട് സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുൻപ് പറഞ്ഞതിൻ്റെ ആവർത്തനമാണ്. അതായത് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണോ അമേരിക്ക സംസാരിച്ചത് അതിൻ്റെ ആവർത്തനം ഇസ്രായേൽ പറയുന്നു, ഗസക്കാർക്ക് പുറത്തു പോകാം. അതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം. പകരം തിരിച്ചു വരാൻ പാടില്ല. അവർക്ക് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ അവർക്ക് ഇവരെ ഏറ്റെടുക്കുന്നതിന് എന്താ കുഴപ്പം എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇതിനിടെ ഈ ചോദിക്കപ്പെട്ടതും വിവാദമായി മാറിയിരുന്നു.
അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക്, അതായത് ഏറെക്കുറെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പലസ്തീനികളോട് ഇസ്രായേൽ സംസാരിക്കുക, നിങ്ങൾക്ക് പുറത്തു പോകാമല്ലോ, ഈജിപ്തിലേക്ക് പോയിക്കോളൂ, വിഷയമില്ല, റഫ അതിർത്തി ഞങ്ങൾ തുറന്നു തരും, പക്ഷേ തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ സംസാരിക്കുന്നതും അമേരിക്ക സംസാരിക്കുന്നതും തത്തുല്യമായ രീതിയിൽ തന്നെയാണ്. ഗസക്കാരെ പ്രദേശത്തു നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ആവർത്തിച്ചുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം പറയുന്ന സമയത്ത് 29-ാം തീയതിയുള്ള ചർച്ച എത്രത്തോളം ഗുണപരമായി ഭവിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ആശങ്കയാണ്. കാര്യം ഇസ്രായേലിന് സുരക്ഷിതത്വം ഒരുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ വിജയിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത വിധമാണ് ജൂത അമേരിക്കൻ ലോബികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ലോകം വളരെ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇതിനെയാണ് പൊളിക്കേണ്ടത് എന്ന് ഇറാൻ പറയുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളൊരു തിരിച്ചറിവ് കുറച്ചുകൂടി കഴിയുന്നതിന് മുൻപ് തന്നെ അറബ് രാജ്യങ്ങൾക്കുണ്ടാവും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല.